ശാസനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശാസനങ്ങളെക്കുറിച്ച് നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പൊതുവായി പറയാനുള്ള കാര്യങ്ങളാണ് ഇവ. സംഭാഷണ ഭാഷയിലുള്ളതല്ല ഇവരുടെ ഭാഷ. അപ്പോൾ സംഭാഷണ ഭാഷയുടെയോ സാഹിത്യ ഭാഷയുടെയോ ലിഖിതമായ രൂപമല്ല. നമ്മളൊരു ഭാഷ എടുത്തു വെച്ചാലും അല്ലെങ്കിൽ സാഹിത്യ ഭാഷ എടുത്തു വെച്ചാലും അതിനെ എഴുത്തിലൂടെ പറയുകയല്ല ശാസനങ്ങൾ ചെയ്യുന്നത്. ഭാഷയുടെ പ്രാചീന രൂപം മനസ്സിലാക്കാനുള്ള ഏറ്റവും പഴയ ലക്ഷ്യങ്ങളാണ് ഈ ശാസനങ്ങൾ. പഴയ കാലത്തെ ഭാഷയുടെ രൂപങ്ങളും മറ്റും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ശാസനങ്ങൾ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. സ്വത്തധികാരം, നിയമവ്യവസ്ഥ, ഭരണരീതികൾ, ആരാധനാലയങ്ങളുടെയും മറ്റും അവകാശങ്ങൾ തുടങ്ങിയവ സംബന്ധിക്കുന്ന കരാറുകളോ അറിയിപ്പുകളോ ആണ് ശാസനങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. സ്വത്തിനെ കുറിച്ചുള്ള അധികാരം, ആർക്ക് അവകാശപ്പെട്ട അങ്ങനെയുള്ളത്, നിയമവ്യവസ്ഥകൾ, ഭരണരീതികൾ, ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, പിന്നെ ആരാധനാലയങ്ങളുടെയും മറ്റും അവകാശങ്ങൾ. ഇപ്പോൾ ആരാധനാലയങ്ങൾക്ക് നമുക്കറിയാം, പള്ളികൾക്കാണേലും പിന്നെ അമ്പലങ്ങൾക്കാണേലും ഒക്കെ ഒരുപാട് സ്വത്തുവകകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള രേഖകൾ അതും കൂടെ ചേർന്നതായിട്ടാണ് ഈ ശാസനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ചെമ്പു തകിടുകളിൽ വട്ടെഴുത്ത് ലിപിയിൽ എഴുതിയിട്ടുള്ള ഇത്തരം രേഖകളെ ചെപ്പേട് എന്നാണ് വിളിക്കുന്നത്. അത് ചെപ്പേട് എന്ന വാക്കിൽ തന്നെയുണ്ട് ചെമ്പ് ഏട് എന്നുള്ള രീതിയിൽ. അപ്പം ഇതെല്ലാം എഴുതുന്നത് വട്ടെഴുത്തിലാണ്. ചെമ്പ് തകിടിൽ വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് വിളിക്കും? ചെപ്പേടുകൾ എന്നാണ് വിളിക്കുക. ശാസനങ്ങളെ ഭാഷാചരിത്ര പഠനത്തിൻ്റെ അവസാന വാക്കായി പരിഗണിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും എടുത്ത് ഭാഷയുടെ പൂർവ്വ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ പലതിനും നമുക്ക് ഒരു അപൂർണമായ ഉത്തരമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ശാസനങ്ങളെ കാണുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അതാണ് പറയുന്നത്. ഒരിക്കലും ഭാഷാചരിത്ര പഠനത്തിന് ഒരു അവസാന വാക്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ നമുക്കൊരിക്കലും ശാസനങ്ങളെ പറ്റിയില്ല. ഇനി അധികാരികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് ശാസനങ്ങളിലുള്ളത് എന്നതിനാൽ ഇതിന് ഭാഷ സാങ്കേതികമാണെന്ന് തീർച്ചയാണ്. അപ്പം ഇത് ഒരാൾ നേരിട്ട് എഴുതുന്നതല്ലല്ലോ. ഇപ്പോൾ രാജാവിൻ്റെ ഉത്തരവുകൾ അത് അറിഞ്ഞ് എഴുതി മറ്റൊരാൾ എഴുതിയെല്ലാം തയ്യാറാക്കുന്നതാണ് അല്ലേ. നിലവിലിരുന്ന വ്യവഹാര ഭാഷയോടും ശാസന ഭാഷ തീർത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ വ്യവഹാര ഭാഷയും ഈ ശാസനങ്ങളിലെ ഭാഷയും തമ്മിൽ വ്യത്യാസപ്പെടും. ആളുകൾ സംസാരിക്കുന്ന ഭാഷയും ഒരു രാജാവിനോട് സംസാരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യസ്തമാണല്ലോ അല്ലേ. വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നതും നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ശാസനങ്ങളിലെ ഭാഷയും വ്യത്യസ്തമാണ്. എങ്കിലും കണ്ടു കിട്ടിയിട്ടുള്ള ഒരുപാട് ശാസനങ്ങൾ ഉണ്ട്. അപ്പോൾ അവയെ പ്രാചീന രേഖകൾ എന്ന നിലയിൽ ശാസനങ്ങളെ ഭാഷാചരിത്രകാരന്മാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കിട്ടുന്നത് എന്തുമായാലും അതൊരു മൂല്യമായി കരുതുന്നു. ഓക്കെ.